കഴിഞ്ഞ ആഴ്ചയിൽ നാം മ്യാൻമാറിലും അവിടെയൊക്കെ ഉണ്ടായ ഭൂകമ്പങ്ങൾ, അതിന്റെ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ആടി ഉലയുവാനിടയായിട്ട് എത്രയോ സങ്കടകരമായ ശോചനീയമായ അനുഭവങ്ങളാണ്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത് നമ്മുടെ മധ്യത്തിൽ കടന്നു വരികയില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല, ഗ്യാരണ്ടി ഒന്നുമില്ല. നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഏത് സമയത്തും അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരാവുന്ന ഒരു കലങ്ങി മറിയുന്ന ഒരു ലോകത്തിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന തിരുവെഴുത്ത് നമുക്കുണ്ട്. അതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ ഭൂകമ്പം അതിന്റെയൊക്കെ വാർത്ത ഞാനും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു. പിറ്റേ ദിവസം രാവിലെ പ്രഭാത ധ്യാനത്തിനായിട്ട് ഞാൻ വായിച്ച വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായമായിരുന്നു. അതിനുള്ള ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് എന്നെ ചിന്തിപ്പിച്ചു. അത് ഞാനൊന്ന് പങ്കിട്ട് ഇരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ലും. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപനവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കാണുക അല്ലെങ്കിൽ കർത്താവിനെ നോക്കുക, കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുക, ഈ ഒരു ആശയമാണ് ആ പ്രഭാതത്തിൽ എന്റെ മനസ്സിലേക്ക് വന്നത്. ചുറ്റും നാം നോക്കുമ്പോൾ മ്യാൻമാറിന്റെ അവസ്ഥ നമ്മളെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സഭ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ഭവന അന്തരീക്ഷങ്ങൾ, നമ്മുടെ തൊഴിലിടങ്ങൾ, നാം സഞ്ചരിക്കുന്ന മേഖല, യാത്ര ചെയ്യുന്ന ഇടങ്ങൾ, നാം പോകുന്ന എല്ലാ സ്ഥലങ്ങളും അല്ലെങ്കിൽ നാം ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും ഒന്നും കാണുന്നില്ല. ടി കെ ശമുവേൽ സാർ ഇങ്ങനെ പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, ഇനി എങ്ങനെ ഈ ഭൂവാസം തുടരുവത് എന്തൊരു പ്രയാസം. പലപ്പോഴും പാടാറുള്ളതാണ്. അത് അന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് താൻ എഴുതി വെച്ചിരുന്നെങ്കിൽ അത് എത്രമാത്രം പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനെ നോക്കിക്കൊണ്ട്, അവനെ കണ്ടുകൊണ്ട് ദിനംതോറും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചാൽ യോഹന്നാൻ പറയുകയാണ്, അത് മറ്റൊന്നുമല്ല, ദിനംതോറും കർത്താവിനെ നോക്കിക്കൊണ്ട്, കർത്താവിനെ കണ്ടുകൊണ്ടുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ ഈ പശ്ചാത്തലം നാം നോക്കുകയാണെങ്കിൽ ഭീരുക്കളായ ശിഷ്യഗണമാണ്. നാം ആ പദം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിഞ്ഞുകൂടാ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. നേരം വൈകി ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് ഭീരുക്കളായ ശിഷ്യഗണം കൂടിയിരിക്കുന്ന സന്ദർഭം. കാരണം യഹൂദന്മാരെ ഭയപ്പെട്ടിട്ടാണ്. എന്തുകൊണ്ടാണ് യഹൂദന്മാരെ ഭയപ്പെട്ടത്? നമുക്കറിയാം, അവരുടെ ഗുരുവിന് ഈ യഹൂദന്മാർ അവരാണ് ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചത്. അവർ തങ്ങളുടെ ഗുരുവിനോട് ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഇനി അടുത്തത് ഞങ്ങളോട് എന്തായിരിക്കും എന്നുള്ളത് പാവപ്പെട്ടവരായ മൂകന്മാരായ പലരും ചിന്തിച്ചതിൽ അതിശയോക്തിയില്ല. 3.5 വർഷങ്ങൾ ഈ ഗുരുവിന്റെ കൂടെ നടന്ന് ആ ലാവണ്യവാക്കുകൾ കേട്ട് അത്ഭുത പ്രവർത്തികൾ കണ്ട് വളരെ ഹീറോസ് ആയിട്ട് അവരുടെ കൂടെ അവർ ചരിക്കുകയായിരുന്നു. ഇപ്പോൾ ഗുരുവില്ല. ഗുരുവിന്റെ യഥാർത്ഥമായ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആശ്ചര്യമായിട്ട് യേശു അവരുടെ കൂടെ ഇല്ല, അവർ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവരെ തീർത്തും ഭയാലുക്കളായി, ഭീതിയുള്ളവരായി, ഭീരുക്കളായി തീർത്തിരിക്കുകയാണ്. മാത്രമല്ല, ലൂക്കോസ് 24 നാം വായിക്കുന്നുണ്ട്, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് ചേർന്ന് നടന്നു. പക്ഷെ കർത്താവാണെന്ന് അറിഞ്ഞില്ല. പക്ഷെ അവരുടെ സംഭാഷണം നാം ശ്രദ്ധിച്ചാൽ അവർ പറയുന്നത്, ഈ മശിഹ ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവനായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഈ റോമൻ പടയാളി ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് അവൻ ഞങ്ങൾ വീണ്ടെടുത്തില്ല. അപ്പൊ അവരുടെ ആശയൊക്കെ അറ്റു. അവരൊക്കെ വളരെ പ്രതീക്ഷയറ്റവരായി, വളരെ നിരാശയുള്ളവരായി, സംശയാലുക്കളായി, ഭയത്താൽ
ഭയചകിതരായി നിലകൊള്ളുന്ന സന്ദർഭത്തിലാണ് അവിടേക്ക് കർത്താവ് കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്ന കർത്താവിനെ അവർ ഭയപ്പെട്ടിരുന്ന വേളയിൽ, സംശയിച്ചിരുന്ന വേളയിൽ, നിരാശപ്പെട്ടിരുന്ന വേളയിൽ അവർ കണ്ടപ്പോൾ, അവർ നോക്കിയപ്പോൾ നമ്മളവിടെ വായിച്ചത് സന്തോഷിക്കുവാനിടയായിട്ട് കർത്താവ് അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാനിടയായി. ഈ വേദഭാഗത്തിൽ കടന്നു പോകുമ്പോൾ ഈ ഭാഗത്തിൽ മാത്രം നിന്നുകൊണ്ട് കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്താണ് അവർ കണ്ടത്? അതാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് ചൂണ്ടിക്കാണിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ കൂടാതെ ഇരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ശിഷ്യന്മാർ കണ്ട ഈ കർത്താവിനെ എനിക്കും നിങ്ങൾക്കും ദിനംതോറും കാണാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒന്നാമതായിട്ട് അവർ കണ്ടത്, നാം വായിച്ച ആ വാക്യത്തിൽ, 20-ാം വാക്യത്തിന്റെ അവസാനത്തിൽ, കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഒന്നാമതായിട്ട് അവർ കണ്ടത്, ഞാനതിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, സന്തോഷത്തിന്റെ പരിപൂർണത, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കർത്താവിനെ അവർ കണ്ടു എന്നുള്ളത് നമുക്കത് പാരഫ്രൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോ കർത്താവിനെ ദിനംതോറും കാണുന്നവർക്ക് സന്തോഷത്തിന്റെ പരിപൂർണത അനുഭവിക്കാൻ സാധിക്കും. കലങ്ങി മറിയുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്, എന്നാൽ അതിന്റെ മധ്യത്തിലും സന്തോഷിക്കാൻ സാധിക്കും. എന്താ അത് പറയാൻ കാരണം? ഈ 19-ാം വാക്യത്തിൽ നാം സന്ദർഭം വായിച്ചു. എന്താ സന്ദർഭം? യഹൂദന്മാരെ പേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ സന്ദർഭം, ഈ സാഹചര്യം മാറിയിട്ടുണ്ടോ 20-ാമത്തെ വാക്യത്തിലായപ്പോൾ? ഇല്ല. ഇപ്പോഴും പുറത്തുള്ള യഹൂദന്മാരെ കുറിച്ചുള്ള പേടി ഉള്ള സന്ദർഭം, സാഹചര്യം തന്നെയാണ് അവർക്കുള്ളത്. ഗുരുവിനെ കൊന്ന ക്രൂരരായ മനുഷ്യർ തന്നെയാണ് ചുറ്റുപാടുമുള്ളത്. പക്ഷേ കർത്താവിനെ കണ്ടപ്പോൾ സാഹചര്യങ്ങൾക്ക് അതീതമായി സന്തോഷിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്. അതാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങളൊക്കെ വിപരീതമായിരിക്കും, എന്നാൽ അതിന്റെ മധ്യത്തിലും കർത്താവിനെ കാണുന്നവർക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ എടുത്ത് വായിക്കേണ്ടത് നമുക്കറിയാം, ഈ കർത്താവിനുള്ള സന്തോഷം നമ്മുടെ ബലമാണ്. കർത്താവിനെ കണ്ടപ്പോൾ അവർ ബലപ്പെട്ടു, അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാനായിട്ട് സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ല. കേട്ടോ, ചുറ്റും യഹൂദന്മാർ അവരെ തെരയുന്നുണ്ട്. ഒരു പക്ഷേ ഈ യഹൂദന്മാരാലുള്ള പീഡനം അതൊരു യാഥാർത്ഥ്യമായിട്ട് അവരുടെ ചുറ്റുപാടുമുണ്ട്. സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെങ്കിലും കർത്താവിനെ കണ്ടു, അതവരുടെ ഭയത്തെയും സംശയത്തെയും അതുപോലെ തന്നെ നിരാശയൊക്കെ മാറ്റി ബലപ്പെടുവാൻ, സന്തോഷിക്കാനിടയായിട്ട്. മാത്രമല്ല, കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന്റെ തെളിവാണ്. നാം സന്തോഷമുള്ളവരായിട്ടാണോ ദിനംതോറും ജീവിക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം നാം ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ദാവീദിന്റെ ചരിത്രം നാം 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. താൻ പാപം ചെയ്തപ്പോൾ, പാപം ചെയ്തതിന് ശേഷം താൻ ശക്തമായി പശ്ചാത്തപിച്ച് മടങ്ങി വന്നു. താൻ മനോഹരമായ ഒരു കാവ്യം രചിച്ചു. ആ കാവ്യത്തിൽ താൻ പറയുകയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരാം. അപ്പോ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടത് എപ്പോഴാണ്? പാപം ചെയ്തപ്പോൾ. അപ്പോ രക്ഷയുടെ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ശുദ്ധിയുള്ള ജീവിതം. ശുദ്ധിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ജീവിതം എന്നല്ല. ഈ പാപജടത്തിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കാത്തിടത്തോളം നാം ജീവിക്കുന്ന കാലത്തോളം കുറവുകളും തെറ്റുകളും കടന്നു വരാൻ സാധ്യതയുണ്ട്. കാലിൽ പൊടി പറ്റുവാൻ, ചെളി പറ്റുവാൻ സാധ്യതയുണ്ട്. നാം കുളിച്ചവരാണ്, ഒരിക്കൽ കുളിച്ചവരാണ്. എന്നാൽ ഈ മരുയാത്രയിലെ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ കാലിൽ ഈ മരുയാത്രയിൽ പറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ദിനംതോറും അങ്ങനെ പറ്റുന്ന ചെളികളെ, പൊടികളെ വചനമെന്ന ജലസ്നാനത്താൽ കഴുകിക്കളയാനിടയായിട്ട് തീരും. അങ്ങനെ ഒരു ശീലം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ഒരു പക്ഷേ നമ്മുടെ ജോലി തിരക്കുള്ള ജീവിതമാണെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് അന്നത്തെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി, എന്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ, പൊടിപടലങ്ങൾ എന്താ, അത് ദൈവത്തിന്റെ സന്നിധിയിൽ പരിശോധിച്ച്
ശുദ്ധരാകുവാൻ, കഴുകൽ പ്രാപിക്കുവാൻ ഇടയായിട്ട് തീരും. ഒരിക്കൽ കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധി പ്രാപിച്ചവരാണ് നാം. എന്നാൽ ദിനംതോറും ദൈവവചനത്താൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടവരാണ് നാം. ഒടുവിൽ കർത്താവ് വരുമ്പോൾ ആ ശുദ്ധീകരണം പൂർത്തീകരിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആ നാൾ വരെ ദിനംതോറും നാം കഴുകൽ പ്രാപിച്ചുകൊണ്ട്, വചനത്താലുള്ള കഴുകൽ പ്രാപിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 16:34 നാം വായിക്കേണ്ട നമുക്കറിയാം. കാരാഗൃഹ പ്രമാണി കർത്താവിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം സന്തോഷം. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ, ഈ കർത്താവിൽ യഥാർത്ഥമായി വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അനുഭവത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടു എന്നുള്ള തോന്നലിൽ ജീവിക്കുന്ന, എന്നിട്ട് സ്നാനപ്പെട്ടിട്ടുള്ള അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. അത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. യഥാർത്ഥമായി പാപബോധമുണ്ടായി ഞാനൊരു തെറ്റുകാരനാണ്, വിശുദ്ധനായ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള നിലവാരമില്ലാത്ത കുറുമ്പനാണ്, പാപിയാണ്, അശുദ്ധനാണ് ഞാൻ എന്നുള്ള ആ ബോധ്യം നിങ്ങളെ ഭരിക്കുമ്പോൾ, അയ്യോ ഇതിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? അത് രക്ഷിക്കാൻ മതിയായവനായ ഒരുവനുണ്ട്. അവനാണ് എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും അനുഭവിച്ച് ക്രൂശിൽ മരിച്ചു, മരണത്തെ ജയിച്ച് പാപത്തിന്റെ ശിക്ഷയ്ക്ക് സമ്പൂർണമായ പരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു രക്ഷകൻ ഉള്ളത്തിൽ നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വീടടക്കം കാരാഗൃഹ പ്രമാണി സന്തോഷിച്ചതുപോലെ സന്തോഷിക്കുവാൻ, അല്ല എങ്കിൽ കേവലം പുറത്തു നിന്ന് ഇത് കാണുവാനേ സാധിക്കുകയുള്ളൂ. ഇത്തവണത്തെ സൺഡേ സ്കൂളിന്റെ വാർഷികം കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾക്ക് ആരംഭിച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ കുട്ടികൾ അവരെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞു ആ കുട്ടികളാണ്. അതിൽ 2 പേർ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ബ്രദറൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. പക്ഷെ ഒരു 3 പേര്, 5 കുട്ടികളാണുള്ളത്. 2 കുട്ടികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, 3 പേർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും അവർക്ക്, ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നു മുതൽ അവധിക്കാലമാണ്, അവധിക്കാലം ആരംഭിച്ചു. 2 മാസത്തിന് ശേഷം ജൂൺ മാസാദ്യത്തിന് തുറക്കുകയുള്ളൂ. അപ്പൊ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഒരു അസൈൻമെന്റ് അവർക്ക് കൊടുക്കും, ഒരു അസൈൻമെന്റ്. അപ്പൊ എല്ലാ വർഷവും ആദ്യം കൊടുക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ചോദ്യം അവരൊന്ന് ചിന്തിച്ചിട്ട് എഴുതാനായിട്ടാണ്. ആ അസൈൻമെന്റ് ഇതാണ്: നിങ്ങൾ ദൈവത്തിന്റെ വചനം, അത് ബൈബിൾ, അത് ദൈവത്തിന്റെ വചനം എന്ന് വിശ്വസിക്കുന്നുവോ? ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അരുളപ്പാടായ ബൈബിൾ ദൈവത്തിന്റെ വചനം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്നാണ് ആദ്യം കൊടുക്കാറുള്ള ചോദ്യം. അതിൽ രസം എന്ന് പറയുന്നത്, വർഷങ്ങളായിട്ട് ആ പതിവ് ഇപ്പോഴും തെറ്റിച്ചില്ല. ഈ വർഷത്തിലും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ഒരേ ഉത്തരാണ് എഴുതിയത്. അത് മറ്റൊന്നുമല്ല, അവർ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടവരും വിശ്വസിക്കുന്നു ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്, രക്ഷിക്കപ്പെടാത്ത മക്കളും വിശ്വസിക്കുന്നു ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഞാൻ അവരോട് എല്ലാ വർഷത്തിലും പറയാറുള്ള ഒരു ഉദാഹരണം ഇതാണ്. നമുക്കറിയാം, മനോഹരമായിട്ടുള്ള ഒരു കുഴിമന്തി അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിയുടെ ടേബിളിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ആ ചിക്കൻ ബിരിയാണിയെ കുറിച്ച് ആ പുറത്ത് നിന്ന് ഒരു പക്ഷെ അതിന്റെ ഗന്ധം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഗന്ധം ആസ്വദിക്കുന്നതിനെ കുറിച്ച് കമന്റ്സ് പറഞ്ഞു. അതുപോലെ തന്നെ അതിന്റെ കളർ വളരെ മനോഹരമാണ്, അതിനെ കുറിച്ച് കമന്റ് ചെയ്തു. പിന്നെ അതിലുള്ള പീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ചിക്കന്റെ നല്ല നല്ല കഷ്ണങ്ങളില്ലേ. അതുപോലെ തന്നെ അതിലെ നട്ട്സുകളൊക്കെ ധാരാളം ഉണ്ട്. നല്ല ചൂടുണ്ട്, ആവി ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന രുചികരമായ ഈ ബിരിയാണി, ചിക്കൻ ബിരിയാണിയെ കുറിച്ച് എത്ര കാലം നാം പറഞ്ഞ് ആസ്വദിച്ചാലും അതിന്റെ പ്രയോജനം ലഭിക്കുമോ? ഇല്ല. പിന്നെ എപ്പോഴും പ്രയോജനം ലഭിക്കുക? ആരാണോ ആ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുള്ള പാത്രം കൈകളിൽ എടുക്കുന്നതും അത് കഴിക്കുന്നതും അവർക്ക് മാത്രമേ
അത് ശരിക്കും അതിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കും. ഇത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തോട്, നേരത്തെ പറഞ്ഞ സംഭവമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അനേകർക്ക് എന്നുള്ള വിശ്വാസം എന്ന് പറയുന്നത് ആ ചിക്കൻ ബിരിയാണിയെ പുറത്തു നിന്ന് ആസ്വദിക്കുന്നത് പോലെയാണ്. എന്നാൽ വാസ്തവമായി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവപുത്രനെ നിങ്ങൾ ഉൾത്തടത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. ഒരു പക്ഷേ അങ്ങനെയുള്ള ധാരണയിൽ മുന്നോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? യഥാർത്ഥമായി രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ധാരണയിൽ ജീവിക്കുക വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഒരു പക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിട്ടും യഥാർത്ഥമായി പാപബോധം ഉളവാകാതെ കർത്താവിനെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതെ പോകുന്നത് അപകടകരമാണ്. അതിന് സാധിക്കണമെങ്കിൽ ഈ ബിരിയാണി കൈകളിലെടുത്ത് നാം രുചിച്ച് കഴിക്കുന്നത് പോലെ പാപബോധം ഉളവാകുമ്പോൾ യേശു രക്ഷകൻ എന്റെ രക്ഷകനാണ്, എന്റെ കർത്താവാണ്, എന്റെ പാപത്തിനാണ് അവൻ ക്രൂശിൽ രക്തം ചിന്തി മരിച്ചത് എന്ന് വിശ്വസിക്കേണ്ടത് ആവശ്യം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദിനംതോറും കർത്താവിനെ കാണാനുള്ള ആഗ്രഹമുണ്ടാവൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്നു. ദിനംതോറും കർത്താവിനെ കാണാനുള്ള ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ എനിക്ക് ഇവിടെയുള്ള നേതൃത്വത്തിന് നിങ്ങളെ വിധിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ലൈഫിന്റെ 1% പോലും ഇവിടെയുള്ള നേതൃത്വത്തിനോ എനിക്കോ അറിയാനായിട്ട് സാധിക്കില്ല. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥമായി വിലയിരുത്തി, നിങ്ങൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണോ? പാപബോധമുള്ളമായി പരിശുദ്ധാത്മാവാം ദൈവം സുവിശേഷം കാലാകാലങ്ങളിലായി കേൾപ്പിച്ചപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്ന് ഈ രക്ഷകനിന്റെ ക്രൂശിൽ ശരണപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരാണ്. യഥാർത്ഥമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ദിനംതോറും കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷിൽ സന്തോഷത്തിന് പല പദങ്ങളുണ്ട്. അതിലെ ഒരു പദമാണ് ജോയ്, JOY. ഞാൻ എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭകാലത്തിൽ വായിച്ച ഒരു പുസ്തകത്തിൽ അതെനിക്ക് വായിച്ചത് ഇപ്പോൾ ഓർമ്മയുണ്ട്. JOY. ജെ എന്നുള്ള പദം ജീസസ്, O എന്നുള്ളത് അതേഴ്സ്, Y എന്നുള്ളത് യു. അപ്പോൾ സന്തോഷത്തിന്റെ രഹസ്യം എന്നുള്ളത് ആ ഗ്രന്ഥകാരൻ അതിൽ കുറിച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്ലേസ്, ജീവിതത്തിന്റെ 1ാം സ്ഥാനം ജീസസിനായിരുന്നു. അപ്പൊ സന്തോഷമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 1ാം സ്ഥാനം കർത്താവിനാണ്. അപ്പൊ സന്തോഷമില്ലെങ്കിലോ? നിങ്ങളുടെ ജീവിതത്തിൽ 1ാം സ്ഥാനം കർത്താവിനല്ല. രണ്ടാമത് അതേഴ്സ്, ദൈവജനം, മറ്റുള്ളവർക്കായിരിക്കണം നാം 2ാം സ്ഥാനം കൊടുക്കേണ്ടത്. 3ാമതായിരിക്കണം നമുക്ക്. അങ്ങനെയെങ്കിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഇവർ എന്താ കർത്താവിൽ കണ്ടത്? അവർ കണ്ടത് സന്തോഷം നൽകുന്ന കർത്താവിനെ കണ്ടു. അതിന്റെ ചില പ്രത്യേകതകൾ ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കും. രണ്ടാമതായിട്ട് നാം 19, 20 വാക്യങ്ങൾ വായിച്ച 21 അത് വരുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം, സമാധാനം എന്ന് പറഞ്ഞു. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവർ കണ്ടത് സമാധാനം നൽകുന്ന കർത്താവിനെ കണ്ടു. സമാധാനം നൽകുന്ന കർത്താവ്. കലങ്ങി മറയുന്ന പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത്, അനീതിയും അക്രമവും കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ അതെ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ ആക്കും. കർത്താവിൽ തന്നെ ആശ്രയിക്കുക, കർത്താവിനെ തന്നെ ദിനംതോറും കാണുക. അവർക്ക് പൂർണ്ണ സമാധാനത്തിൽ എന്ന് വെച്ചാൽ പൗലോസ് കുറച്ചും കൂടി അത് പാരാഫ്രൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം. എന്താ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം? പൗലോസ് പറയാണ്, എന്നെ നോക്കൂ, ഞങ്ങളെ നോക്കൂ. എന്താ പൗലോസിൽ അല്ലെങ്കിൽ പൗലോസിലും സഹപ്രവർത്തകരിലും കാണാൻ സാധിക്കുന്നത്? ക്രൂരരായ റോമൻ പടയാളികളാണ് അടിയേറ്റ് വേദന അനുഭവിച്ച് കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥരായി കിടക്കുമ്പോൾ പാടി സന്തോഷിക്കാനായിട്ട്, പാടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് അവർക്ക് സാധിച്ചതിന്റെ പിറകിലെ രഹസ്യം എന്ന് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ അവർ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ദാനിയേലിനെ നോക്കുക, സിംഹങ്ങളുടെ ഗുഹയിൽ അവന് ആ രാത്രി കഴിക്കാൻ സാധിച്ചതിന്റെ രഹസ്യം എന്താ? അത് മറ്റൊന്നുമല്ല സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം.
ആ രാജകൽപ്പന ലംഘിക്കാനായിട്ട്, ദൈവകൽപ്പന പ്രമാണിക്കാനായിട്ട് തന്നെ ഉത്തേജിപ്പിച്ചത് എന്താ? അത് മറ്റൊന്നുമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. പ്രിയമുള്ളവരെ, ദിനംതോറും കർത്താവിനെ കാണുന്നവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് അങ്ങനെ കാണുവാൻ കഴിയുന്നുവെങ്കിൽ പൂർണ്ണ സമാധാനം, ബുദ്ധിക്കതീതമായ സമാധാനം, അതെ, നമുക്ക് യുക്തിക്കതീതമായ സമാധാനം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഇത് പറയുമ്പോൾ നമ്മുടെ പൂർണ്ണ സമാധാനത്തിനായി അത്യന്തം കൈപ്പായത് നമ്മുടെ കർത്താവിനെ ഭവിക്കാനിടയായിട്ട് നാം അത് രാവിലെ ഓർക്കാനിടയായിട്ട് നമ്മുടെ സമാധാനത്തിനായിട്ട് അതിന്റെ ശിക്ഷ അവന്റെ മേൽ ഏൽക്കാനിടയായി. അങ്ങനെ ഈ സമാധാനം നമുക്ക് തരും. വളരെ വിലയില്ലാത്ത ഒരു കാര്യമായിട്ട് ഞാനും നിങ്ങളും അത് കണക്കാക്കുന്നില്ലേ എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുക. കാരണം ഇതിനൊന്നും വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല. എന്നാൽ നമുക്ക് പൂർണ്ണ സമാധാനം തരാൻ കർത്താവ് കൊടുത്ത വില അവൻ അത്യന്തം കയ്പായതിൽ അനുഭവിക്കേണ്ടി വന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ മുഴുവൻ അവൻ അനുഭവിച്ചു. നമുക്കറിയാം, ഞാൻ ആ ഗെത്സമന തോട്ടത്തിലെ രംഗം ഓർക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചത് നിങ്ങളും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, എന്തായിരുന്നു ആ പാനപാത്രം? അത് നമുക്കറിയാം, കർത്താവിന്റെ ആ ക്രൂശിലെ ആ യാഗമാണ്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ലഭിക്കുന്ന, നാം ആരാധനയ്ക്ക് അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദിനംതോറും നമ്മെ സഹായിക്കുന്ന ഒരു ക്രിസ്തീയ പ്രമാണം നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അതെന്താണെന്ന് അറിയാമോ? പിതാവിനോടൊപ്പം എപ്പോഴും എൻജോയ് ചെയ്തിരുന്ന കർത്താവ്, ആ കർത്താവിന്റെ മേൽ പാപമാക്കപ്പെട്ടപ്പോൾ ആ കൂട്ടായ്മ വിടുകയാണ്. കൂട്ടായ്മ അതാണ് നീക്കണമേ എന്ന് പറയുന്നത്. അതല്ലാതെ മനസ്സില്ലാതെയല്ല. അവന് നമുക്ക് വേണ്ടി മരിക്കാൻ മനസ്സാണ്. കാരണം നമ്മുടെ നിത്യ നരകത്തിലെ അവസ്ഥ, അതിൽ നിന്ന് രക്ഷിപ്പാൻ അവന് മനസ്സാണ്, പൂർണ്ണ സന്തോഷമാണ്. പക്ഷേ പിന്നെ എന്താ അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കഴിയുമെങ്കിൽ നീക്കണമെന്നുള്ളത്. അത് പിതാവുമായുള്ള കൂട്ടായ്മ മുഴുലോകത്തിന്റെയും പാപം അവന്റെ മേലാക്കുമ്പോൾ അല്പനേരത്തേക്ക് വിടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അത് നൽകുന്ന പാഠം എന്താണെന്ന് അറിയാമോ? നാം പാപം ചെയ്യുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ വിടപ്പെടുകയാണ്. അല്പനേരത്തേക്കുള്ള, കർത്താവ് നിത്യനാകയാൽ, കർത്താവ് ദൈവമാകയാൽ അല്പനേരം മതി മുഴുലോകത്തിന്റെയും നരകശിക്ഷ അനുഭവിച്ചു തീർക്കാൻ. എന്നാൽ ആ അല്പനേരം അവൻ അസഹനീയമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടു ദൈവമക്കളായ നമുക്ക്, നാം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ പോലെ മനഃപൂർവമായി പാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടും. അല്പസമയത്തെ നഷ്ടം കർത്താവിനെ സംബന്ധിച്ചത് അസഹനീയമായിരുന്നു. എന്നാൽ വർഷങ്ങളായിട്ട് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ട് ഒരു വേദനയില്ലാതെ ജീവിക്കുന്ന അനേക ദൈവമക്കൾ. എത്രയോ സങ്കടകരം. കർത്താവിന്റെ ഹൃദയത്തിന് എത്രയോ വേദനയാണ് എന്നുള്ള വാക്ക്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം ആ ഗെത്സമന തോട്ടത്തിലെ രംഗമെടുത്ത് നാം ക്രൂശീകരണം, കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ ഓർക്കാറുണ്ട്. എന്നാൽ അത് അപ്പം മാത്രം ഓർക്കേണ്ടതല്ല. ദിനംതോറുമുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ജയത്തിനാവശ്യമുള്ള ഒരു വലിയ പ്രമാണം കർത്താവ് അവിടെ വെച്ചിട്ടുണ്ട്. അതിതാണ്, ഒരു അല്പനേരം പോലും പിതാവുമായുള്ള കൂട്ടായ്മ, മുഴുലോകത്തിന്റെ പാപം എന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ വിട്ടുപോകുന്നത് എനിക്ക് അസഹനീയമായിരുന്നു. അത് ഈ ലോകത്തെ അറിയണം, ഈ ലോകത്തിന് അത് അറിയിക്കണം. അതുകൊണ്ടാണ് കർത്താവ് അത് പ്രാർത്ഥിച്ചത്. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. എന്നാൽ അത് നമുക്ക് വേണ്ടി അവൻ അനുഭവിച്ചു. എന്നാൽ അവന്റെ മക്കളായ നാം പിതാവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതെത്രയും പെട്ടെന്ന് കഴുകിക്കളഞ്ഞ് കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനുള്ള ഓപ്ഷൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയും അത് ചെയ്യാതെ വീണ്ടും ആ പാപത്തിൽ തുടരുകയാണ്. പിതാവുമായുള്ള കൂട്ടായ്മയിൽ നകർന്ന് ജീവിക്കുകയാണ്. അത് ഒരു ദുഃഖവും തമ്മിൽ ഉളവാക്കുന്നില്ല. അതെത്ര അപകടകരമായ ക്രിസ്തീയ അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ? വർഷങ്ങളായി ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടിട്ട് പാപത്തിൽ തുടരുകയാണ്. അത് സെൻസ് ചെയ്യാൻ കഴിയാതെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെട്ടു പോകും.
എത്രയോ ആളുകളാണ് നമ്മുടെ ചുറ്റും കർത്തൃമേഷ പോലും ആചരിക്കും. എത്രയോ അപകടകരമായ ഒരവസ്ഥയാണ്. എത്രയോ അപകടകരമായ അവസ്ഥ. പലപ്പോഴും അതിപരിചയം അതിന്റെ പ്രാധാന്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. നാം ഇവിടെ വന്നു, ദൈവം കരുണയുള്ളവനാകിയാൽ, കൃപയുള്ളവനാകിയാൽ വീണ്ടും നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ദീർഘക്ഷമയെ നാം ഗൗനിക്കാതെ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമാധാനത്തിനായിട്ട് അത്യന്തം കൈപ്പായത് അവൻ അനുഭവിച്ചു. ആ കൈപ്പ് എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് വേർപെടുക. അത് നമുക്ക് നൽകുന്ന പാഠം. നാം ചെയ്യുന്ന ഓരോ ചെറിയത് വലിയത് എത്രയോ വേഗം നാം നിരപ്പ് പ്രാപിക്കുന്നില്ലെങ്കിൽ ആ ബന്ധം തകർന്നു തന്നെ, ആ കൂട്ടായ്മ, ബന്ധത്തിന് തകരാറില്ല, ആ കൂട്ടായ്മ തകർന്നു തന്നെ പോകുക. അത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ നാം അപകടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ആവശ്യം. അവർ കർത്താവിനെ കണ്ടു. സാഹചര്യങ്ങളൊന്നും മാറിയില്ല. എന്നാൽ അവർക്ക് കർത്താവിനെ കണ്ടതുകൊണ്ട് കർത്താവ് നൽകുന്ന സന്തോഷം, കർത്താവ് നൽകുന്ന സമാധാനം അനുഭവിക്കാനായിട്ട് ഇടയായിരുന്നു. മൂന്നാമതായിട്ട് 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു. വാതിൽ അടച്ചിരിക്കെ യേശു. എന്താ അത് നമ്മെ പഠിപ്പിക്കുന്നത്? പരിമിതിയില്ലാത്ത കർത്താവ്. വാതിൽ അടച്ചിരിക്കുകയാണ്, പക്ഷെ അവന് വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയുള്ള കർത്താവിനെ അല്ലെങ്കിലും അവന് യാതൊരു പരിമിതിയില്ല. നമുക്ക് വേണ്ടി അവൻ പരിമിതിയുള്ളവനായി തീർന്നതാണ്. എന്നാൽ അവനെ ഏൽപ്പിച്ച പ്രവൃത്തി തികച്ചതിന് ശേഷം അവൻ പരിമിതിയില്ലാത്തവനായി, പരിപൂർണ ദൈവമായി അവൻ ആ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരികയാണ്. അവൻ പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യൻ. എന്നാൽ തേജസ്കരിക്കപ്പെട്ട പുനരുദ്ധാന ശരീരത്തിലാണ് കർത്താവ് അവരുടെ കൂടെ വന്നിരിക്കും. അത് നമ്മെ ഓർപ്പിക്കുന്നത് അവർ കണ്ട കർത്താവ് പരിമിതിയില്ലാത്ത കർത്താവ്. ഇതേ രംഗം നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എവിടെയാണെന്ന് പറയാമോ? പഴയ നിയമത്തിൽ ഇതേപോലെ പരിമിതിയില്ലാത്ത കടന്നു വന്ന കർത്താവ് അവിടെ നടക്കുന്നതാണ് നാം വായിക്കുന്നത്. ശദ്രക്, മേശക്, അബേദ്നെഗോ. അവിടുത്തെ രംഗം എന്ന് പറയുന്നത് തീച്ചൂളയാണ്. രാജകൽപ്പന ധിക്കരിച്ചത് കൊണ്ട് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കാനായിട്ട് നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ചിരിക്കുകയാണ്. ആ 3 ബാലന്മാർ ധീരതയോടുകൂടെ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നവരെ തീച്ചൂളയിടാൻ പോയവർ വെന്തു മരിച്ചു. എന്നാൽ ആ 3 പേരോട് കൂടെ സ്ഥലകാല പരിമിതിയില്ലാത്ത കർത്താവ് അവരുടെ കൂടെ നടക്കുന്നത് നാം നെബൂഖദ്നേസർ കണ്ടത് നാം ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുക. പ്രിയമുള്ളവരെ, ഇവർ കണ്ട കർത്താവ് സ്ഥലകാല പരിമിതിയില്ലാത്ത കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ പലർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയും സ്ഥലകാല പരിമിതികൾ അവർക്കുണ്ട്. ഒരു പക്ഷെ നേതൃത്വത്തിനുണ്ടാകാം, നാം സ്നേഹിക്കുന്ന കൂട്ടു സഹോദരന്മാർക്കുണ്ടാകാം. എന്നാൽ ദിനംതോറും നിങ്ങൾ കാണുന്ന കർത്താവ്, നിങ്ങൾ അങ്ങനെ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ കർത്താവിന് കടന്നു വരാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. നിങ്ങളുടെ കർത്താവിന് കടന്നു വരുവാൻ കഴിയാത്ത ഒരു സമയവുമില്ല. ഏത് സാഹചര്യത്തിലും ഏത് സ്ഥലത്തും അവൻ പരിമിതിയില്ലാത്തവനായി കടന്നു വരുന്നവനാണ് എന്നുള്ളത് നമുക്കറിയാം. നാം ഉപയോഗിക്കുന്ന ഈ മൊബൈൽ, ഒരു പക്ഷേ നാം യാത്രയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യ സമയത്ത് നാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റേഞ്ച് ഇല്ല. എന്നാൽ നാം വിശ്വസിക്കുന്ന കർത്താവിന് അവനൊരിക്കലും ഔട്ട് ഓഫ് റേഞ്ച് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പും ആശ്വാസവും ധൈര്യവും നൽകുന്ന ഒരു സത്യമാണ്. അടുത്തതായിട്ട് നാം ഇവിടെ കാണുന്നത്, കൂടുതൽ വിശദീകരിക്കുന്നില്ല, അടുത്തതായിട്ട് നാം കാണുന്നത്, ഇവിടെ നാം വായിക്കുന്നത് യഹൂദന്മാരെ പേടിച്ച് 19-ാം വാക്യത്തിൽ തന്നെ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നു. യേശു വന്നു നടുവിൽ. എന്താ അത് ഓർപ്പിക്കുന്നത്? നാം സ്തോത്രത്തിലൊക്കെ, ആരാധനാ ചിന്തയിലൊക്കെ ഓർത്തു, ജയാലിയായ കർത്താവ്,
മരണം കൊണ്ട് അവസാനിച്ചവനല്ല. ശിഷ്യന്മാർ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, നാം കേട്ട ആ ലാവണ്യ വാക്കുകളുടെ ആ നല്ല നാളുകൾ തീർന്നു, നാം കണ്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ തീർന്നു, ഇനി നമുക്ക് തന്ന ശുശ്രൂഷകൾ തീർന്നു. നിരാശ നിരാശ നിരാശ, സംശയം സംശയം സംശയം, ഭയം ഭയം ഭയം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവിനെ അവർ കണ്ടു. കർത്താവിനെ കണ്ടത് എങ്ങനെയാണ്? സ്ഥലകാല പരിമിതിയില്ലാത്ത ജയാളിയായ കർത്താവിനെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് പൗലോസ് ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയ കർത്താവ്, ജയാളിയായ കർത്താവിനെ പത്മോസ് ദ്വീപിൽ ഏകനായി കിടന്ന് യോഹന്നാനും കണ്ടത് അത് തന്നെയാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള ജയാളിയായ കർത്താവ്. പ്രിയമുള്ളവരെ, ദിനംതോറും ഈ കർത്താവിനെ, ജയാളിയായ പരാജയപ്പെട്ട ഒരു കർത്താവിനെയല്ല, ജയാളിയായ കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ശിഷ്യന്മാർ കണ്ടത്. നാലാമതായിട്ട് നാം അവിടെ കാണുന്നത് യഹൂദന്മാരെ പേടിച്ച് 19-ാം വാക്യത്തിൽ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കും. യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നടുവിൽ നിൽക്കുന്ന കർത്താവ് എന്ന് വെച്ചാൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന കർത്താവ്, നടുവിൽ നിൽക്കുന്ന കർത്താവ്, നമ്മെ വിലപ്പെട്ടവരായി വിലയേറിയവരായി കാണുന്ന കർത്താവ്, നടുവിൽ നിൽക്കുന്ന കർത്താവ്. നിങ്ങളുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഞാനുണ്ട് എന്ന് അരുളി ചെയ്യുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഓടി അകലുന്നവനല്ല നമ്മുടെ കർത്താവ് എന്നുള്ളത് ഇവിടെ. നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. നിങ്ങൾ എനിക്ക് വിലയേറിയവനാണ്, അതുകൊണ്ട് നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞവനാണ്, ഞാൻ തന്ന ദൗത്യം ഉപേക്ഷിച്ചു പോയവരാണ്, എന്റെ കൂടെ നിൽക്കാത്തവരാണ്. പക്ഷേ അങ്ങനെയുള്ള ആ കൂട്ടത്തെയും ചേർത്ത് പിടിക്കുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നടുവിൽ നിൽക്കുന്ന കർത്താവ്. ശിഷ്യന്മാർ കണ്ട കർത്താവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കിടാനായിട്ട് ഇടയായിട്ട്. പ്രിയമുള്ളവരെ, അനുദിന ജീവിതത്തിൽ ഈ കർത്താവിനെ കാണുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട്. കർത്താവിനെ നിങ്ങൾ കാണുവാനുള്ള ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹം സക്കായിയെ പോലെ നമുക്കുണ്ടാവും. യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ അവൻ ശ്രമിച്ചു എന്നാണ് നാം പറയുന്നത്. അങ്ങനെ ഒരു ശ്രമം ദിനംതോറും നമ്മിലുണ്ടാകണം. അപ്പോൾ ഈ കർത്താവ് എങ്ങനെയുള്ളവരെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1, അവൻ സന്തോഷം നൽകുന്നവനാണ്. 2, അവൻ സമാധാനം നൽകുന്നവനാണ്. 3, സ്ഥലകാല പരിമിതിയില്ലാത്തവനാണ്. 4, ജയാളിയാണ്. മാത്രമല്ല, 5-ാമതായി നടുവിൽ നിൽക്കുന്നവനാണ്. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അധികം വിശദീകരിക്കാതെ ഞാൻ ഇരിക്കാൻ വിചാരിക്കുന്നു. ഈ 19-ഉം 20-ഉം വാക്യം വായിക്കുമ്പോൾ നാം അവിടെ 19-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു പദം ശിഷ്യന്മാർ എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടോ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ. അത് എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് എബ്രായർ 13:5 എടുത്ത് വായിക്കേണ്ട. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കും. ഈ ശിഷ്യന്മാർ കൈവിട്ടവരാണ്, ഉപേക്ഷിച്ചവരാണ്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 11 പേരെ ഉള്ളൂ. അതിലൊരുവൻ, ഒന്നാമനായ പത്രോസ്, കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ. എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയവരാണ്. പക്ഷേ ആരെല്ലാം ഓടിപ്പോയാൽ, ആരെല്ലാം തള്ളിപ്പറഞ്ഞാൽ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര വട്ടം വീണാലും, എത്ര വട്ടം പരാജയപ്പെട്ടാലും, എത്ര വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞാലും, എത്ര വട്ടം കർത്താവിൽ നിന്ന് ഓടിയല്ലോ, പ്രിയമുള്ളവരെ, അവൻ നമ്മെ കൈവിടുകയില്ല. കാരണം അവൻ സൽഗുണപൂർണനായ പിതാവാണ്. അവൻ നമ്മെ വളരെ വില കൊടുത്ത് വീണ്ടെടുത്തവനാണ്. എന്നേക്കും വസിക്കുവാൻ അവന്റെ നല്ല ആത്മാവിനെ നമുക്ക് നൽകിയവൻ. അങ്ങനെയുള്ള നാം അവനെ എത്രമാത്രം വേദനിപ്പിച്ച് അകന്നാലും അവനൊരിക്കലും നമ്മെ കൈവിടുകയില്ല. അവന് നമ്മിലുള്ള ഭയത്തിന് പ്രസാദമില്ല, അവന് നമ്മിലുള്ള സംശയത്തിൽ പ്രസാദമില്ല, അവനെ നമ്മിൽ വരുന്ന നിരാശയിൽ പ്രസാദമില്ല. എന്നാൽ അങ്ങനെയൊക്കെ നമ്മിൽ ഉണ്ടെങ്കിൽ ഭയവും സംശയവും നിരാശയും ഒക്കെ അവൻ വെറുക്കുന്ന കാര്യങ്ങളാണ്. അവന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങിയവരെന്നുള്ള നിലയിൽ
നമ്മെ അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. 5 സ്ഥലങ്ങളിൽ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് തിരുവഴുത്തിൽ കാണാം. ഞാനതിപ്പോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മെ കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ധൈര്യവും ഉറപ്പും നൽകുന്ന ഒരു സത്യം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കിടാനായിട്ട് ആഗ്രഹിച്ചത്, ഞാൻ പ്രഭാതത്തിൽ കർത്താവിന്റെ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താ ക്രിസ്തീയ ജീവിതം? ദിനംതോറും കർത്താവിനെ കാണണം എന്നുള്ള ആർത്തിയുള്ള ഒരു ജീവിതമാണ്. അങ്ങനെയുള്ള ആർത്തി എന്നിലും നിങ്ങളിലുണ്ടോ? അങ്ങനെയുള്ള ആർത്തി ഉണ്ടെങ്കിൽ ദിനംതോറും ഈ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാൻ നമുക്കിടയായിരിക്കും. അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൻ എങ്ങനെയുള്ളവരെന്ന് നാം കാണും. അപ്പോൾ നാഗൽ സാഹിത്യം പാടിയതുപോലെ, മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായ നിൻ ദിവ്യ സൗന്ദര്യം എന്നാമോദമാക്കേണമേ എന്ന് ദിനംതോറും പാടി ആ ദിവ്യ സൗന്ദര്യത്തിന്റെ ശോഭയാക്കി ദിനംതോറും ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചു. അതിനായിട്ട് വചനം പറഞ്ഞെന്നെ കേട്ട നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ.